എല്ലാവർക്കും കിന്നക്കോരയിലേക്ക് സ്വാഗതം. കിന്നക്കോര ഊട്ടിയിൽ നിന്നും 52 കിലോമീറ്റർ അകലെയാണ് കിന്നക്കോര. അപ്പോൾ ഞാൻ ഇന്നത്തെ യാത്ര കിന്നക്കോരയിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഊട്ടിയിലെ ഒരു ഗ്രാമമാണ് കിന്നക്കോര. ചുരുക്കം 500ഓളം കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമം. അവരുടെ ലാംഗ്വേജ് തന്നെ കന്നഡയും തമിഴും മിക്സ് ചെയ്ത ഒരു ലാംഗ്വേജാണ് അവർ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, മഡഗാസ്കർ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു ജനങ്ങൾ. ഊട്ടിയിൽ നിന്നും ഇതളാറെത്തി ഇതളാറിൽ നിന്നും താഴ്ചയോല വഴിയാണ് കിന്നക്കോരയിലേക്ക് പോവുക. പോകുന്ന വഴി രണ്ടു വശത്തും നല്ല പച്ചപ്പാർന്ന തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. അതിമനോഹരമാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ. ഈ പോകുന്ന വഴിയിൽ തേയിലത്തോട്ടങ്ങളെല്ലാം 100-150 വർഷം പഴക്കമുള്ള തേയിലത്തോട്ടങ്ങളാണ്. ഏകദേശം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തേയില കൃഷി ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് ആദ്യമായി ഇവിടെ തേയില കൊണ്ടുവന്നതും. താഴ്ചോല, കിന്നക്കോര ഈ ഒരു ഭാഗത്താണ് ആദ്യമായി സൗത്ത് ഇന്ത്യയിൽ തേയില കൃഷി ആരംഭിക്കുന്നതും തന്നെ. അതുകൊണ്ട് തന്നെ 100 കണക്കിന് വർഷം പഴക്കമുള്ള തേയിലത്തോട്ടങ്ങളാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുക. വളരെ കുറച്ച് മാത്രമാണ് മോശം റോഡുകൾ കിന്നക്കോരയിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ബാക്കിയെല്ലാം നല്ല മനോഹരമായ പച്ചപ്പും തേയിലത്തോട്ടങ്ങളായാലും പച്ചപ്പും ഹരിതാഭയുമായിട്ട് പ്രകൃതി രമണീയമായ റൂട്ട് തന്നെയാണ് കിന്നക്കോരയിലേക്കുള്ളത്. ഊട്ടിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു റൈഡ് ആസ്വദിക്കാൻ കഴിയുന്ന റൂട്ട് കൂടിയാണ് ഈ ഊട്ടി ടു കിന്നക്കോര റൂട്ട്. ആട് മണ്ടയിൽ വരും, കുറച്ചങ്ങോട്ട് നീക്കി നിർത്തി കാത്തു വെച്ചു. അവിടെ വെക്കുന്നപ്പം കണ്ട ഓടിക്കോളെ എന്തിനി ഓ മസിലുണ്ടോ എൻ്റെ ഒരു മാസം തിന്നാനുള്ള ശരപുഞ്ചരത്തിലെ ജേന പോലെ ഉണ്ട് എൻ്റെ ശരീരം. ബാബാ ഇതുപോലെ തന്നെ ഒട്ടനവധി മൃഗങ്ങളെ കൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റൂട്ട് കൂടിയാണ് കിന്നക്കോര. ഇവിടെ നിന്നും ഇനി ഒരുപാട് ഹെയർപിൻ വളവുകൾ, ഒരുപാടെന്ന് പറയുമ്പോൾ 15ഓളം ഹെയർപിൻ വളവുകൾ ഇറങ്ങി വേണം കിന്നക്കോര എന്നുള്ള ഗ്രാമത്തിലോട്ട് എത്താൻ. ഇനി ഈ ഒരു റൂട്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള റൂട്ടാണ്. ഇടയ്ക്ക് തേയിലത്തോട്ടങ്ങളും തമിഴ്നാട്ടിൻ്റെ ഗ്രാമങ്ങളും പിന്നെ കാടുകളും താണ്ടി 15ഓളം ഹെയർപിന്നുകളും കടന്നു വേണം നമുക്ക് കിന്നക്കോര എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് എത്താൻ. ഈ എത്തുന്ന വഴിയിലെ കാഴ്ചകളാണ് ഏറ്റവും മനോഹരം. അല്ലാതെ കിന്നക്കോരയിലോട്ട് പോയി കാണാൻ വേണ്ടി വലുതായിട്ടൊന്നുമില്ല. ഒരു ഗ്രാമം, തമിഴ്നാട്ടിലെ ഗ്രാമം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പോകുന്ന ഈ വഴിയിലെ കാഴ്ചകളെല്ലാം അതിമനോഹരമാണ്. ഇപ്പോൾ തന്നെ ആദ്യമായിട്ട് നമുക്ക് കാണാനുള്ളത് ഒരു റോഡരികിൽ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിൽ അതിമനോഹരമാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ. വളരെ ഹൈറ്റിൽ നിന്നൊന്നുമല്ല വെള്ളം വരുന്നതെങ്കിലും അങ്ങനെ ഊട്ടിയിൽ നിന്നും താഴ്ചോലയിൽ എത്തിയിരിക്കുകയാണ്. താഴ്ചോലയിലെ പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. പോസ്റ്റ് ഓഫീസും പരിസരവും. അധികം അംഗസംഖ്യകളൊന്നും ഇല്ലാത്ത ഒരു കൊച്ചു ഗ്രാമം കൂടിയാണ് താഴ്ചോല. വിരലിൽ എണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമാണ് താഴ്ചോലയിലും ഉള്ളത്. താഴ്ചോലയിൽ നിന്നും കാടിനുള്ളിലേക്ക് നമ്മൾ കയറുകയായി. ഇവിടെ എത്തുമ്പോൾ റോഡ് രണ്ടായി തിരിയുന്നതായിട്ട് കാണാം. വലതുവശത്തോട്ട് അപ്പർ ഭവാനിയും ഇടതുവശത്തോട്ട് കിന്നക്കോര 13 കിലോമീറ്റർ എന്ന് കാണാൻ പറ്റും. ഇവിടെ ഇത് കൂടാതെ ഒരു കുഞ്ഞു ബോർഡും കൂടെ ഉണ്ട്, കിന്നക്കോര 13 കിലോമീറ്റർ എന്നുള്ള. ഈ ഒരു ഇടതുവശത്തുള്ള റോഡിൽ കൂടെ വേണം നമുക്കിനി യാത്ര ചെയ്യാൻ.
അങ്ങനെ ഒരുപാട് ദിവസം ബക്കറ്റ് ലിസ്റ്റിൽ കൊണ്ടുനടന്ന കിന്നക്കോര എന്ന് പറയുന്ന ഗ്രാമം ഇന്ന് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിമനോഹരമാണ് ഈ ഇതുവരെയുള്ള കാഴ്ചകളും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളും. ചെറിയൊരു മൂടൽമഞ്ഞും കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ മിസ് ചെയ്യുന്നത്. ചെറിയൊരു മൂടി ക്ലൈമറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിമനോഹരമായിരുന്നതിന് ഈ ഒരു യാത്ര. ഒട്ടനവധി പേരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം കൂടിയായിരിക്കും കിന്നക്കോര കാണാൻ ഏറ്റവും നല്ല സമയം മൺസൂൺ തന്നെയായിരിക്കും. അപ്പോഴാകുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയും ഒരു ഫോഗും കാര്യങ്ങളും കൂടെ കിട്ടുമ്പോൾ അതിമനോഹരവും ഭയാനകവും തന്നെയായിരിക്കും ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഈ ബൈക്കിലല്ലാതെ ബസ്സിലും നമുക്ക് കിന്നക്കോര എത്താൻ പറ്റും. തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സിൽ നമുക്ക് കയറി കിന്നക്കോരയിൽ എത്താൻ പറ്റും. റോഡ് നല്ല നൈസ് റോഡാണ്. റോഡും കാഴ്ചകളും എല്ലാം മനോഹരം തന്നെയാണ് കിന്നക്കോരയിലോട്ടുള്ളത്. എത്ര പറഞ്ഞാലും വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളും ഉള്ള ഒരു റൂട്ട് കൂടിയാണ് കിന്നക്കോര. ഇവിടെ നിന്നും കുറച്ചും കൂടെ പോകുമ്പോൾ വീണ്ടും സെയിം പ്ലേസ് പോലെ തോന്നിക്കുന്ന മറ്റൊരു റോട്ടിലായിരിക്കും നമ്മൾ എത്തിപ്പെടുക. ഇവിടെ നിന്നും 10 കിലോമീറ്ററാണ് കിന്നക്കോരയ്ക്കുള്ളത്. ഇവിടെ നിന്നും വലത്തോട്ടല്ല ഇടത്തോട്ട് ടാർ ചെയ്ത റോഡ് വഴി വേണം നമ്മൾ കിന്നക്കോരയ്ക്ക് പോകാൻ. ഗായ്സ്, നിങ്ങളെ കൂട്ടത്തിലുണ്ടോ ഇതുപോലെ വധം പോലത്തെ കൂട്ടുകാരന്മാർ? വെറും വധം. അരമണിക്കൂർ കൊണ്ട് മുടി ശരിയാക്കി ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി. കിന്നക്കോരയിൽ വന്നപ്പോൾ ഞാൻ കണ്ട വാണം. അങ്ങനെ മുടിയെല്ലാം ചീകി ഒതുക്കി അവനെ നല്ല മനോഹരമായിട്ടുള്ള 2-3 പിക്കുകളൊക്കെ എടുക്കാൻ പറ്റി ഇവിടെ നിന്ന്. അതിനുശേഷം നമ്മളിവിടെ വണ്ടി വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കിടിലൊരു ലാൻഡ്സ്കേപ്പ് കാണാൻ കഴിയും. ഒരു ചെറിയൊരു മൂടി ക്ലൈമറ്റ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഇനിയാണ് 15ഓളം ഹെയർ പിൻ വളവുകൾ വരുന്നത്. അതിമനോഹരമാണ് ഈ ഹെയർ പിൻ വളവുകളും ഈ ഒരു ഫോറസ്റ്റ് റൂട്ടും. റോഡുകൾക്ക് വീതി കുറവായതുകൊണ്ട് തന്നെ ഹെയർ പിൻ ബെൻഡുകൾക്കും വീതി കുറവാണ്. അതുകൊണ്ട് അപകട സാധ്യത ഇത്തിരി കൂടുതലാണ്. മാക്സിമം സ്ലോ ആയി തന്നെ ഈ റോഡിൽ പോകാൻ ശ്രമിക്കുക. അങ്ങനെ ഫോറസ്റ്റിൽ നിന്നും മറ്റൊരാളെ കൂടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നീലഗിരി ലങ്കൂർ എന്നറിയപ്പെടുന്ന കരിങ്കുരങ്ങാണിത്. ഇത് നീലഗിരി മൗണ്ടൻസിൽ മാത്രം കാണുന്ന ഒരു കുരങ്ങ് വർഗമാണ്. ഒത്തിരി പേരുണ്ടായിരുന്നു അവർ, എങ്കിലും ഒരാളെ മാത്രമാണ് നമുക്ക് നേരെ ഒന്ന് കാണാൻ കഴിഞ്ഞത്. കാട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തേയിലത്തോട്ടങ്ങളായി കിന്നക്കോരയായി. ഇനി കിന്നക്കോരയിലേക്ക് ഏകദേശം 5-6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കാട്, ഹെയർപിൻ വളവ്, തേയിലത്തോട്ടം അങ്ങനെ മാറി മാറി വരുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ് കിന്നക്കോരയ്ക്കുള്ളത്. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലുള്ള അതിമനോഹരമായ ലാൻഡ്സ്കേപ്പുകളാണ്. ഇതായിരിക്കും ഈ റൂട്ടിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ തന്നെയാണ് ശരിക്കും ഈ ഒരു റൂട്ടിൽ കാണാനുള്ളതും. ഊട്ടിയുടെ തിരക്കെല്ലാം വിട്ട് നമുക്ക് സമാധാനമായി സ്വസ്ഥമായി കാമായിട്ട് ക്വൈറ്റായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു റൂട്ട് കൂടിയാണ്. ഒത്തിരി നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ തോന്നും ഈ റൂട്ടിലുള്ള കാഴ്ചകളിലേക്ക്. ഇവിടെ നിന്ന് കിന്നക്കോര ഗ്രാമത്തിൻ്റെ ചെറിയൊരു വിദൂരമായ ഒരു ദൃശ്യവും കാണാൻ പറ്റും. മനോഹരമാണ് ആ ഒരു മലനിരകൾക്കിടയിൽ കിന്നക്കോര ഗ്രാമത്തെ കാണാൻ. ഒത്തിരി തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിലുണ്ടെങ്കിലും ഒട്ടും തന്നെ ചൂടില്ലാത്ത ഒരു ക്ലൈമറ്റ് കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയായിരിക്കും സൂര്യൻ ഉദിക്കാത്ത നാടെന്ന് ഈ ഒരു കിന്നക്കോര അറിയപ്പെടുന്നത്. കിന്നക്കോര ഗ്രാമത്തിൽ ലാസ്റ്റ് റോഡ് മാർഗം നമുക്ക് നമ്മുടെ വാഹനങ്ങൾക്ക് വരാൻ പറ്റുന്ന മാക്സിമം റോഡിന്റെ എൻഡാണിത്. ഇവിടെ നിന്നും ഇനി തിരിച്ചു വേണം പോവാൻ. ഇത്രയേ ഉള്ളൂ ഈ കിന്നക്കോര എന്ന് പറയുന്ന ഗ്രാമം. ഈ ഗ്രാമത്തിലേക്ക് വരുന്ന കാഴ്ചകളാണ് ഏറ്റവും മനോഹരം എന്നുള്ളത്. അല്ലാതെ ഗ്രാമത്തിൽ പ്രത്യേകിച്ചൊന്നും തന്നെ കാണാനില്ല. ഏതൊരു ഗ്രാമത്തിൽ ചെന്നാലും കാണാൻ പറ്റുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ആ ഗ്രാമത്തിലെ ഒരു ചായക്കട. ആ ഒരു ചായക്കടയായിരിക്കും ആ ഒരു ഗ്രാമത്തിൻ്റെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചായക്കടയിൽ കയറി നമ്മൾ ആ ചായക്കെല്ലാം ഓർഡർ കൊടുത്ത് അവിടെയുള്ള ആൾക്കാരുടെ വിശേഷവും കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് അവരുടെ ലാംഗ്വേജിൽ കന്നഡയും കൂടെ മിക്സ് ആയിട്ടുള്ള കാര്യമൊക്കെ. അതെല്ലാം ഞങ്ങൾക്ക് പുതിയൊരു അറിവ് കൂടിയായിരുന്നു. പിന്നെ ആ മധുരമുള്ള ഒരു ചായയൊക്കെ കുടിച്ച് ആ ഒരു ഗ്രാമത്തിൻ്റെതായ അന്തരീക്ഷത്തിൽ കുറച്ച് നേരം ഇരിക്കാൻ കഴിഞ്ഞു.
മനോഹരമായി സമാധാനമായി ജീവിക്കുന്ന ഒരു ഗ്രാമത്തിലെ അന്തേവാസികളെയൊക്കെ കാണാൻ കഴിഞ്ഞു. തിരിച്ച് അതേ സന്തോഷത്തോടെ ഞങ്ങൾ ഹെയർപിൻ വളവുകൾ ഓരോന്നായി വീണ്ടും തിരിച്ച് നമ്മുടെ ഊട്ടിയിലേക്ക് വരികയാണ്. വരുന്ന വഴിക്കാണ് ഈ ഒരു ഊട്ടി പൂക്കൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഊട്ടി ടൗണിൽ നിന്നും എല്ലാവരും കാശ് കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു പൂവ് ഞങ്ങൾക്ക് റോഡ് സൈഡിൽ തന്നെ ചെടിയിൽ തന്നെ പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റി. ഞങ്ങൾ ഒരുപാട് പൂക്കളെ അങ്ങനെ കാണുകയും ഒരുപാട് പൂക്കളെ ഞങ്ങൾ പറിക്കുകയും ചെയ്തു. മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെയായിരുന്നു. ഇത്രയും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പണ്ട് ചെറുതിലെ ടൂർ വരുമ്പം ഇതെല്ലാം നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഈ ഒരു ഊട്ടി ഫ്ലവർ എന്ന് പറയുന്നത്. കണ്ട കാഴ്ചകളെയും അനുഭവിക്കാൻ പറ്റിയ നല്ല നിമിഷങ്ങളെയും മനസ്സിലൊതുക്കി കിന്നക്കോരയോട് വിട പറയുകയാണ്. മനോഹരമായ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വ്ളോഗുമായി നിങ്ങളുടെ മുന്നിലെത്താം. തീർച്ചയായും മറ്റൊരു വ്ളോഗായിട്ട് ഇനിയൊരു കിന്നക്കോര വരും. അതൊരു മൺസൂൺ ടൈമിലായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തുക. അപ്പം മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.